Public communication it is one in which message from a single source will be received by many people and audience. A public speech is an example of its communication. അതായത് ഒരു പബ്ലിക് സ്പീച്ചസ് എടുക്കുക, അതിനെയാണ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. അതായത് ഒരു വ്യക്തി ഏതെങ്കിലും ഒരു സോഴ്സിനെ കുറിച്ചിട്ട് സംസാരിക്കും, അത് എത്തുന്നത് ഒരു പെർട്ടിക്കുലർ ആൾക്കാരിലാണോ അല്ല, അതുവഴി പാസ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിൽ കേട്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാരിലേക്ക്. ഇപ്പം നമുക്ക് ഒരു പബ്ലിക് എന്തെങ്കിലും പരിപാടികളൊക്കെ നടത്തുന്ന സമയത്ത് അത് അവർ ഉദ്ദേശിക്കുന്ന കുറച്ച് ആൾക്കാരിൽ മാത്രമാണ് എത്തുന്നത് അല്ല, നമ്മൾ അത് ഓഡിയൻസിൻ്റെ അടുത്തേക്ക് ഒരു വൈഡ് റീച്ചാണ് അതിലുണ്ടാവുക. അതാണെന്ന് പറയുന്നത് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. ദെൻ മാസ് കമ്മ്യൂണിക്കേഷൻ, അതിലും കൂടി കുറച്ചുകൂടി വലുതായിരിക്കും മാസ് കമ്മ്യൂണിക്കേഷൻ എന്നാൽ. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വേർ ദർ ഈസ് എ ഹ്യൂജ് നമ്പർ ഓഫ് ഓഡിയൻസ് വി കനോട്ട് ഗ്രൂപ്പ് ടുഗെദർ അല്ലേ. അതിലെന്താ നമുക്ക് പറയാം, മാസ് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിളാണ് നമുക്ക് ടെലിവിഷനൊക്കെ പറയാം. അതിലൊരു കാര്യം പറയുമ്പം അത് മറ്റേ പബ്ലിക് സ്പീച്ച് ആകുമ്പോൾ ആ ഒരു ഏരിയയിലുള്ള ആൾക്കാരുടെ അടുത്തേ റീച്ച് ആവുന്നുള്ളൂ. ഇതും അങ്ങനെയാണ്, വേൾഡ് വൈഡ് അല്ലെ, മാസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിൻ്റെ അടുത്തേക്ക് നമ്മൾ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുകയാണ് ചെയ്യുക. അത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓഡിയൻസിലേക്ക് അത് എത്തുന്നുണ്ട്. അങ്ങനത്തെ കമ്മ്യൂണിക്കേഷനാണ് എന്ന് പറയുന്നത് മാസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇങ്ങനെ 5 ടൈപ്പാണ് എന്തിൻ്റെ പേരിൽ, ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസിൻ്റെ പേരിൽ 5 ഗ്രൂപ്പുകളായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഡയാഡിക് കമ്മ്യൂണിക്കേഷൻ, സ്മോൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് മാസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ദെൻ ടെക്നിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിലെ ടെക്നിക്സിനെ കുറിച്ച് പറയാം. ഫസ്റ്റ് വൺ എന്താണ്, ഡെവലപ്പ് ക്യൂരിയോസിറ്റി. അതായത് കമ്മ്യൂണിക്കേഷൻ്റെ ടെക്നിക്കാണ് പറഞ്ഞത്. ഫസ്റ്റ് എന്താണ്, എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ്റെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് എന്താണ്, ഡെവലപ്പ് ക്യൂരിയോസിറ്റി അല്ലേ. നമ്മളൊരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മളാണ് സെൻറ്റർ എന്ന് കരുതുക, അപ്പം അല്ലെങ്കിൽ നമ്മളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ വെച്ചാൽ മറ്റേ ആൾക്കത് കേൾക്കാനുള്ളൊരു ക്യൂരിയോസിറ്റി അല്ലേ. അയാളുടെ ഇൻട്രസ്റ്റ് എന്താണോ നമുക്കറിയില്ല, പക്ഷെ നമ്മൾ സംസാരിക്കുന്ന ചില ആൾക്കാർ കാണില്ല, ചില സ്പീച്ചേഴ്സിനെ തന്നെ കാണാം, അവർ സംസാരിച്ച് തുടങ്ങുമ്പോൾ ആരും വലിയ ഇതൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ ഇരിക്കും. പക്ഷെ അവർക്ക് എന്താ ചെയ്യും, നമ്മൾ ഓഡിയൻസിനെ പിടിച്ചിരുത്താനുള്ള കഴിവുണ്ടാവും അല്ലേ. കുറച്ച് അവർ സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് അവരുടെ ഈ ഓഡിയൻസിൻ്റെ ക്യൂരിയോസിറ്റി ഇൻക്രീസ് ചെയ്യിക്കുക അല്ലെങ്കിൽ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ ആർക്ക് പറ്റും, ഒരു സ്പീക്കേഴ്സിന് പറ്റാറുണ്ട് അല്ലേ. അങ്ങനത്തെ കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഡെവലപ്പ് ക്യൂരിയോസിറ്റി, ഒരു ടെക്നിക്കാണ്. അതായത് ഹിയർ ഇറ്റ് ഈസ് എ ഗുഡ് ക്വാളിറ്റി വിച്ച് ഹെൽപ്സ് ഇൻ ദ സ്മൂത്ത് ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ, ട്രൈ ടു ഡെവലപ്പ് ഇൻട്രസ്റ്റ് ആൻഡ് ക്യൂരിയോസിറ്റി ഇൻ ലേണിംഗ് ന്യൂ തിങ്സ് അല്ലേ. അപ്പം അതേപോലെ തന്നെയാണ് ഇപ്പോൾ ടീച്ചേഴ്സ് സ്റ്റുഡൻസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒരു ഡെവലപ്പ് ക്യൂരിയോസിറ്റി വർക്ക് ചെയ്യുന്നത്. നമ്മളൊരു പുതിയ ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ പുതിയൊരു ഐഡിയ, പുതിയൊരു ഇൻഫോർമേഷനൊക്കെ നമുക്ക് കിട്ടുമ്പോൾ അത് എന്ത് ചെയ്യും, പബ്ലിക്കിനിടയിൽ അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും, ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യും. അപ്പം ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷൻ കൂട്ടുക എന്നുള്ളത് ഫസ്റ്റ് ടെക്നിക്കാണ്. സെക്കൻഡ് വൺ എന്താണ്, ഡിസ്പ്ലേ എന്തൂസിയാസം എന്ന് പറഞ്ഞാൽ ഉത്സാഹം അല്ലെങ്കിൽ ആവേശം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ, അതായത് ഓഡിയൻസിനെ പിടിച്ചിരുത്തുക, അവർക്ക് ഇനിയും എന്താണ് അത് അറിയാമെന്നുള്ളൊരു എന്തൂസിയാസം അവരിൽ ഇൻട്രസ്റ്റ് ചെയ്തിരിക്കുക ടോപ്പിക്കിനെ കുറിച്ചെന്നൊക്കെ. ഗുഡ് കമ്മ്യൂണിക്കേഷൻ കനോട്ട് ഹാപ്പൻ ഇഫ് ദ റിസീവർ ലുക്സ് അൺഇൻട്രസ്റ്റഡ് അല്ലേ. നമ്മൾ സംസാരിക്കുമ്പം അല്ലെങ്കിൽ ചില പബ്ലിക് സ്പീച്ചസ് നമുക്ക് കാണാം, അയാൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകും, ആർക്കും ഒന്നും മനസ്സിലാവില്ല, ഒരു ഗുഡ് ലിസണറായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവില്ല. അപ്പം അങ്ങനത്തത് എന്താണ്, ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ അല്ല അല്ലേ, നിങ്ങൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ ടെക്നിക്ക് അല്ല. അപ്പം എന്താണോ ആൾക്കാർക്ക് ആവശ്യം, എങ്ങനെയാണെങ്കിൽ ചിലപ്പം നമ്മൾ കൊടുക്കാൻ പോകുന്നൊരു സാധനം അവർക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമായിരിക്കും, പക്ഷെ എന്നാൽ പോലും നമ്മൾ ചിലപ്പം ചില ആൾക്കാരുടെ സ്പീച്ചോ അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷനൊക്കെ നമ്മൾ കേട്ടിരുന്നു പോകും അല്ലേ. നമുക്ക് ചിലപ്പോൾ അതിനെക്കൂടെ ഒരു ഗുണം ഉണ്ടായിരിക്കില്ല. അപ്പം അങ്ങനെ അതെന്താ, കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ഫ്ലോ സ്മൂത്ത് ആക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതല്ലാതെ ഓഡിയൻസിന് ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് എന്താണ്, ഓട്ടോമാറ്റിക്കലി കമ്മ്യൂണിക്കേഷൻ്റെ ഫ്ലോ അവിടെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പം എന്തൂസിയാസം കൂട്ടുക എന്നുള്ളത് രണ്ടാമത്തെ ടെക്നിക്കാണ്. മൂന്നെന്താണ്, ബി എംപത്തറ്റിക് അല്ലേ. എംപത്തറ്റിക് ആവുക, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ സ്റ്റൈല് പഠിച്ചുള്ള അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു. അപ്പം അതിൽ നമ്മൾ ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷനാണ് എന്തെന്ന് പറഞ്ഞത്, അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് എന്താണ്,
നമ്മളെ ഐഡിയാസ്, നമ്മളെ തോട്ട്സ്, നമ്മളെ ഒപ്പീനിയൻസ് എന്തായാലും നമ്മൾ പറയണം. പക്ഷെ അതെന്താണ്, അതൊരു അഗ്രസീവായിട്ട് പറയണം എന്നുണ്ടോ? ഇല്ല. ഓപ്പോസിറ്റ് ആൾക്ക് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവണം എന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേഷൻ എപ്പോഴും എന്തിന് എംപത്തറ്റിക് ആയിരിക്കണം. ഞാൻ പറയുന്നതേ കേൾക്കാവൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയൊന്നും ഇല്ലാതെ ഇപ്പുറത്തുള്ള ആൾക്ക് എന്താണ് പറയാനുള്ളതെന്നും കൂടി മനസ്സിലാക്കിയിട്ട് ആ രീതി കുറച്ചുകൂടി എംപത്തറ്റിക് ആയിരിക്കണം കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞത്. ഇനി കമ്മ്യൂണിക്കേഷൻ എംപതി ഈസ് ബെറ്റർ ഫീലിംഗ് ഇൻ എ സിമ്പതി അല്ലേ. സിമ്പതിനേക്കാളും നമുക്ക് എന്താ വേണ്ടത്? എംപതിയാണ്. സിമ്പതി പറയുമ്പോൾ നമുക്ക് എന്താ അതിൻ്റെ വ്യത്യാസം അറിയുമോ? സിമ്പതി പറയുമ്പോൾ നമുക്ക് വേറൊരാളോട് അയ്യോ അയാൾക്ക് അങ്ങനെ വന്നല്ലോ എന്നുള്ളതേ ഉണ്ടാവും. എംപതി എന്ന് പറയുന്നത് നമ്മൾ അതല്ല ചെയ്യുക, നമ്മൾ അതിലേക്ക് ഇറങ്ങിയിട്ട് കുറച്ചും കൂടി എഫേർട്ട് എടുക്കും അയാൾക്ക് തരാം. അപ്പം കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും കൂടുതൽ സിമ്പതി എംപതി വേണമെന്ന് പറയുന്നത് മറ്റേ ആൾക്ക് അത് എന്തായാലും ഉണ്ടായിരിക്കണം അല്ലേ. നമ്മൾ നമ്മളെ കാര്യം പറഞ്ഞിട്ട് പോവുക എന്നുള്ളതല്ലാതെ ഓപ്പോസിറ്റുള്ള ആൾക്കും അയാളുടേതായ വ്യൂ പോയിന്റ് ഉണ്ടാവും, അയാളുടെ ഐഡിയാസും തോട്ട്സും ഒക്കെ ഷെയർ ചെയ്യാനുണ്ടാവും. അപ്പോൾ അതെന്താണ് എന്ത് ചെയ്യാം? കുറച്ചുകൂടി എംപത്തറ്റിക് ആയിട്ട് കേൾക്കുക. ഇറ്റ് പ്ലേസ് വൺ ഇൻ ദ ഷൂസ് അല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒരാളുടെ ഷൂസിൽ മാത്രം നിന്ന് സംസാരിക്കാതെ മറ്റേ ആളുടെയും കൂടി ഭാഗം കേൾക്കുക, അയാൾക്ക് എന്താ പറയാന്നുള്ളത് കേൾക്കുക എന്നുള്ളതാണ് ഈ എംപത്തറ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ബി എംപത്തറ്റിക് ആയിരിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഈഗോ അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഫോർത്ത് പോയിന്റ് എന്താണ്? റിഫ്ലക്ട് ഹോണസ്റ്റി അല്ലേ. ഹോണസ്റ്റി എന്ന് പറഞ്ഞാൽ സത്യസന്ധത. സത്യസന്ധത ഉണ്ടായിരിക്കണം അല്ലേ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യാം എന്നൊക്കെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ ഹോണസ്റ്റ് ആയിരിക്കണം, അത് ചെയ്തിരിക്കണം അല്ലേ. അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതൊക്കെ കറക്റ്റ് റിസീവറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. വൺസ് ഒരാളുടെ ഹോണസ്റ്റോ അല്ലെങ്കിൽ ആളുടെ ട്രസ്റ്റോ ബ്രേക്ക് ആയി പോയി കഴിഞ്ഞാൽ വീണ്ടും ആ കമ്മ്യൂണിക്കേഷൻ സ്മൂത്തായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അപ്പം എന്തായാലും ഹോണസ്റ്റി അല്ലെങ്കിൽ സത്യസന്ധത എപ്പോഴും എന്തെങ്കിലും കമ്മ്യൂണിക്കേഷനിൽ റിഫ്ലക്ട് ചെയ്തിരിക്കണം. ഫിഫ്ത്ത് പറഞ്ഞാൽ എന്താണ്? പോളിഷ് സെൻസ് ഓഫ് ഹ്യൂമർ അല്ലേ. ഹ്യൂമർ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? ഇല്ല. അപ്പം എല്ലാവർക്കും ഹ്യൂമർ സെൻസ് ഉണ്ടായിരിക്കണം എന്നില്ല. പക്ഷേ നമ്മൾ ഇപ്പോൾ കുറച്ചുകൂടി നമ്മൾ പറയും എന്താണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കിയിട്ടേ ഹ്യൂമേഴ്സ് പറയാവുള്ളൂ എന്ന്. അതേപോലെ തന്നെ സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടായിരിക്കും. അത് എല്ലാം എന്താ പറയുക ഒരാൾ പറയുന്നത് ഭയങ്കര എന്നതാക്കാനാണ് അങ്ങനെയൊന്നും എടുക്കാതെ കുറച്ചൊക്കെ ഹ്യൂമർ സെൻസിൽ എടുക്കുക. ആൾ അങ്ങനെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. എന്തെങ്കിലും വിഷമം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകാന്നുള്ള. അപ്പം ഒരു സെൻസ് ഓഫ് ഹ്യൂമർ എന്തിലുണ്ടായിരിക്കണം? കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും എന്തായിരിക്കും? ഭയങ്കര ഫോർമൽ ആയിരിക്കും അല്ലേ. നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ സംസാരിക്കുമ്പോൾ നമ്മളെപ്പോഴും അങ്ങനെയല്ലേ സംസാരിക്കുന്നത്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഹ്യൂമർ അതിലുണ്ടായിരിക്കും അല്ലേ. നമ്മൾ എന്ത് പറഞ്ഞാലും അത് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി പോലെ അവിടെ അത് വർക്കൗട്ട് ആവും അല്ലേ. അങ്ങനത്തെ ഒരു ഇതുണ്ടാവുക. പിന്നെ എന്താണ്? സിക്സ്ത് വൺ പോസിറ്റിവിറ്റി അല്ലേ. പോസിറ്റീവ് ആയിരിക്കണം. അതായത് കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ പോസിറ്റീവ് അല്ലേ. എന്തെങ്കിലും ഒരു ഉപകാരമുള്ള കാര്യങ്ങൾ സംസാരിക്കുക. കുറേ നെഗറ്റീവ് തോട്ട്സും ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആർക്കും കാര്യമില്ല. അപ്പോൾ ഈ പോസിറ്റീവ് ആയിരിക്കുക കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ചില ആൾക്കാർ നമ്മൾ കാണുമ്പോൾ പറയും അയാൾ ഭയങ്കര പോസിറ്റീവാണ്. ചില നമ്മൾ ഭയങ്കര ഡെസ്പായിട്ടാണെങ്കിൽ പോലും നമ്മൾ അയാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഭയങ്കര പോസിറ്റീവ് ഒരു എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പം എപ്പോഴും എന്തായിരിക്കാം എല്ലാവരും ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ടെക്നിക്സിൽ പറയുക. അപ്പം ബി പോസിറ്റീവ് ആയിരിക്കാം. ദെൻ എന്താണ്? ഗീവ് ഇമ്പോർട്ടൻസ് ടു ക്ലാരിറ്റി അല്ലേ. എന്തെങ്കിലും ആവശ്യത്തിന് ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലും സ്വരച്ചേർച്ചയോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ ക്ലാരിറ്റി കൊടുക്കുക, ക്ലാരിഫൈ ചെയ്ത് പോവുക. കെയർഫുൾ ചോയ്സ് ഓഫ് വേർഡ്സ് അല്ലേ. സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പറയും എന്താണ്? എംപതറ്റിക് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വേർഡ്സ്. നമ്മൾ സംസാരിക്കുന്ന ഭാഷകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. വൺസ് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹേർട്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിന് എന്ത് ചെയ്യാം? അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റില്ല. സോറി പറയാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? എപ്പോഴും സംസാരിക്കുമ്പോൾ നല്ല ഭാഷകൾ ഉപയോഗിക്കുക. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ഒരു നല്ല ടൂളാണ് എന്താണ്? നല്ല ലാംഗ്വേജ്, നല്ല വേർഡ്സ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ എന്താണ്? അവോയ്ഡ് ഫിൽറ്റർ വേർഡ്സ് ലൈക്ക് അല്ലേ. നമ്മൾ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് വേർഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചില ആൾക്കാർക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ആ എന്നുള്ള ചില കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അപ്പം നമുക്ക് അതിൽ നിന്ന് എന്താ മനസ്സിലാക്കാം? ആൾക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല എന്നുള്ളത്. അപ്പം വേർഡ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും നല്ല വേർഡ്സ് എന്ന് മാത്രമല്ല ഇത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ, ടു വേ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ എപ്പോഴും ഓപ്പോസിറ്റ് ആളും അതിനൊരു മറുപടിയോ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവും. അപ്പം ആ എന്നുള്ള കുറച്ച് ടേംസ് നമ്മളിപ്പോൾ വാട്സപ്പ് ടൈപ്പിങ്ങിലൊക്കെ കാണാം അല്ലേ, ആ എന്നൊക്കെ ഉള്ളത്. അപ്പം എന്ത് ചെയ്യും? ചിലപ്പം ആൾക്കാർ ടോപ്പിക്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ ടൈം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്ന എന്തെങ്കിലും ഒരു ഉദ്ദേശമായിരിക്കും അതിലുണ്ടായിരിക്കുക. അപ്പം എന്ത് ചെയ്യാം? അത് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഫ്ലോനെ എന്ത് ചെയ്യും? കുറച്ച് ബാക്കൗട്ട് ആക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്?
ഈ ഡിഫറെൻറ്റ് ഫോംസ് ആൻഡ് ടെക്നിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഇതിലുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ മൊത്തം എന്ത് നോക്കി? ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷനിൽ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ 2 യൂണിറ്റ്സ് ഒന്നിച്ച് കവർ ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു പോയിട്ടുള്ളത്. ഒന്നുമില്ല, ഇതിലെല്ലാം ടൈപ്സ്